ലാസ്റ്റ് മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ടാർഗറ്റ് മെഷീൻ. അപ്പോൾ നമ്മൾ ടാർഗറ്റ് മെഷീനായിട്ടുള്ള ഫെമിലിയാരിറ്റി എല്ലാവരും എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ സെറ്റിംഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നൽകുമ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ കോഡ് ജനറേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് കമ്പ്യൂട്ടറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ മെഷീനാണ്. ദാറ്റ് ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെവറൽ മിനി കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ടാർഗറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് അഡ്രസബിൾ മെഷീനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വിത്ത് 4 bytes ഫോർ എ വേർഡ് ആൻഡ് n ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് R0, R1 എക്സെട്ര അപ് ടു Rn-1. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോണ ടാർഗറ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് അഡ്രസബിൾ മെഷീൻ. അതിൽ 4 ബൈറ്റാണ് നമ്മളൊരു വേർഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ n രജിസ്റ്റേഴ്സും ഉണ്ട്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോമിലുള്ള ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓപ്പ് കോഡ്, ദെൻ സോഴ്സ് ആൻഡ് ഫോളോഡ് ബൈ ദ ഡെസ്റ്റിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഫീൽഡ്സ്. ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്പ് കോഡ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൂവ്, ആഡ്, സബ്. മൂവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഴ്സിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യിക്കുക. ആഡ് ആണെങ്കിൽ ആഡ് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സബ് ആണെങ്കിൽ സബ്ട്രാക്ട് സോഴ്സ് ഫ്രോം ഡെസ്റ്റിനേഷൻ. ഈ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഫീൽഡ്സും ആർ നോട്ട് ലോങ് ഇനഫ് ടു ഹോൾഡ് മെമ്മറി അഡ്രസ്സസ്. എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ്സിൽ ഹോൾഡ് ചെയ്യാൻ മാത്രം ലെങ്തി ആയിട്ടുള്ള അല്ല നമ്മുടെ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഫീൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില ബിറ്റ് പാറ്റേൺസ് ആണ് നമ്മൾ ഈ ഫീൽഡിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ബിറ്റ് പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ആ ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പറാൻസ് അല്ലെങ്കിൽ അഡ്രസ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലെങ്ത് ഉണ്ടാവും. അത് കൂടാണ്ട് അതിനെ ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് വേർഡിലായിട്ടായിരിക്കും നമ്മളുടെ ഓപ്പറാൻസ് അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. The source and destination of an instruction are specified by combining registers and memory locations with address modes. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സോഴ്സുണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് ഒന്നുകിൽ രജിസ്റ്റർ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആയിട്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പല അഡ്രസ്സിംഗ് മോഡ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി കണ്ടൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഇപ്പോൾ ഈ എ എന്ന് പറഞ്ഞ രജിസ്റ്റർ ആണെങ്കിൽ ആ രജിസ്റ്ററിലെ കണ്ടൻസ്, അല്ലെങ്കിൽ എ ഒരു മെമ്മറി ലൊക്കേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ കണ്ടൻസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡ്സ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ലെഫ്റ്റിൽ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് മോഡ്സ്, പിന്നെ അതിൻ്റെ ഓരോന്നിനും റെപ്രസെൻറ്റേഷൻ, അതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സ്, ഏത് അഡ്രസ്സിലെ വാല്യൂസ് ആക്സസ് ചെയ്യണം, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആഡഡ് കോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞുള്ളത് അബ്സല്യൂട്ട് മോഡ്. അബ്സല്യൂട്ട് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഫോം എം മീൻസ് മെമ്മറി ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് മെമ്മറിയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ എമ്മിൽ ഏത് ലൊക്കേഷനാണോ അതിനായിരിക്കും കറസ്പോണ്ടിങ് അഡ്രസ്സ്. ഇവിടെ കോസ്റ്റ് റെപ്രസെൻറ്റേഷൻ കൊടുത്തേക്കുന്നത് നോക്കിയാൽ 1 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ രജിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് പ്രോസസ്സിങ് ചെയ്യുന്നതെങ്കിൽ ആ രജിസ്റ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷണൽ കോസ്റ്റ് 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്ത് നമ്മൾ പ്രോസസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളുടെ ആഡഡ് കോസ്റ്റ് ആയിട്ട് 1 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് മെമ്മറി ലൊക്കേഷൻ ആക്സസ് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മോഡ്. അപ്പോൾ നമുക്ക് അവിടെ R എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ഫോം രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഓപ്പറൻസിനെ കീപ്പ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സും രജിസ്റ്റർ ലൊക്കേഷനും നമ്മൾ അവിടെ റെഫർ ചെയ്യുന്നില്ല, രജിസ്റ്റേഴ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആഡ് കോസ്റ്റ് 0 കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഇൻഡെക്സ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. കണ്ടൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C ബ്രാക്കറ്റിനുള്ളിൽ R കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്ററിനുള്ളിലെ കണ്ടൻസ് ആണ് നമുക്കിവിടെ റെഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ അഡ്രസ് കാൽക്കുലേഷൻ ദാറ്റ് ഈസ് C പ്ലസ് കണ്ടൻസ് ഓഫ് R. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ R കാണുന്നുണ്ടെങ്കിൽ രജിസ്റ്ററിലുള്ള കണ്ടൻസ് എന്ന് വെച്ചാൽ എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ C എന്ന് പറഞ്ഞിട്ട് ഓഫ്സെറ്റും കൂടി ആഡ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിലെ വാല്യൂ വേണം നമ്മൾ ആക്സസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ആഡഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇൻഡെക്സിങ് വരുന്നത് കൊണ്ടാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ട് ആഡഡ് കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് രണ്ടെണ്ണം ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ്. ഇൻഡയറക്റ്റ് ഇൻഡെക്സിങ് ആണ്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആയതുകൊണ്ടാണ് സ്റ്റാർ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ 2ലും 3ലും പറഞ്ഞത് ഒന്ന് രജിസ്റ്ററും ഒന്ന് ഇൻഡെക്സ്റ്റും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻഡയറക്റ്റ് വേർഷൻസ് ആണ് ലാസ്റ്റ് രണ്ടെണ്ണമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇൻഡയറക്റ്റ് രജിസ്റ്റർ അതുപോലെ ഇൻഡയറക്റ്റ് ഇൻഡെക്സ്ഡ്. അപ്പോൾ ഇതിന് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്റ്റാർ R, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ഇൻഡെക്സ്ഡിൻ്റെ കേസിലാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മുമ്പിൽ ഒരു സ്റ്റാർ ആഡ് ആവും, സ്റ്റാർ C ബ്രാക്കറ്റിൽ R. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്രസ് കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റാർ R എന്നല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടൻസ് ഓഫ് R ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ Rൽ നമ്മൾ നോർമലി ഒരു അഡ്രസ്സിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ അഡ്രസ്സിലുള്ള വാല്യൂ അല്ലെങ്കിൽ കണ്ടൻറ്റ്, അതാണ് ഈ കണ്ടൻസ് ഓഫ് R എന്ന് പറയുന്നത്. നമ്മൾ രജിസ്റ്റേഴ്സ് മാത്രം വരുന്നത് കൊണ്ടാണ് ആഡഡ് കോസ്റ്റ് 0 കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർ C ബ്രാക്കറ്റിനുള്ളിൽ R എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓപ്ഷൻ തന്നെയാണ്. ഈ C പ്ലസ് ആദ്യം Rലെ കണ്ടൻസ് എടുക്കുക, അതിൻ്റെ കൂടെ C എന്ന് പറഞ്ഞ ഓഫ്സെറ്റ് കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ആ ലൊക്കേഷനെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ഇനി ആ കറസ്പോണ്ടിങ് അതിൻ്റെ കണ്ടൻസ്
അതാണ് നെക്സ്റ്റ് ഈ സ്റ്റാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഡീറഫറൻസിങ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പുറത്തേക്ക് ഉണ്ടാവുന്നത് ഒരു കുന്നുകൂടി കണ്ടൻസ് നമ്മൾ ആഡ് ചെയ്തു, കണ്ടൻസ് ഓഫ് ദിസ് പർട്ടിക്കുലർ അഡ്രസ്. അപ്പോൾ ഇവിടെ നമുക്ക് സി റെഫർ ചെയ്യുന്ന ഇൻഡെക്സിങ് വരുന്നതുകൊണ്ടാണ് ആഡഡ് കോസ്റ്റ് 1 റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ a memory location M or a register R represents itself when used as a source or destination. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് നമുക്കറിയാം. മൂവ് R0, M എന്ന് പറഞ്ഞാൽ സ്റ്റോർസ് ദ കണ്ടൻസ് ഓഫ് രജിസ്റ്റർ R0 ഇൻറ്റു മെമ്മറി ലൊക്കേഷൻ M. R0 ഉള്ള വാല്യൂ എന്താണ്, അത് M എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് ആക്കാം. നെക്സ്റ്റ് ഇസ് ആൻ അഡ്രസ് ഓഫ്സെറ്റ് C ഫ്രം ദ വാല്യൂ ഇൻ രജിസ്റ്റർ R. അപ്പോൾ അതിന് നമ്മൾ എഴുതുന്നത് C ഓഫ് R എന്നാണ്. അപ്പോൾ ആദ്യം ആറിലുള്ള കണ്ടൻസ് എടുക്കുക, അതിൻ്റെ കൂടെ നമ്മൾ ഈ സി എന്ന് പറഞ്ഞ ഓഫ്സെറ്റും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ വാല്യൂസ് അല്ലെ അവിടുത്തെ കണ്ടൻസ് ആയിരിക്കണം നമ്മൾ റെഫർ ചെയ്യേണ്ടത്. സോ മൂവ് 4 ഓഫ് R0, M എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ R0യുടെ കണ്ടൻസ് എടുക്കുക, അതാണ് കണ്ടൻസ് ഓഫ് R0 പ്ലസ് ഓഫ്സെറ്റ് വാല്യൂ 4 നമ്മൾ ആഡ് ചെയ്തു. ദെൻ ആ എൻ്റയർ ഫൈനൽ വാല്യൂവിലെ കണ്ടൻസിനാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ആ കണ്ടൻസിനെ ആയിരിക്കും നമ്മൾ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യേണ്ടത്, മെമ്മറി ലൊക്കേഷൻ എമ്മിലേക്ക് കോപ്പി ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ് വേർഷൻസ് ആണ് നമ്മൾ ലാസ്റ്റ് രണ്ടും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഈ കേസിലാണെങ്കിലും നമ്മളിവിടെ സ്റ്റാർ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഇവിടെ നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡയറക്റ്റ് വേർഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ മൂവ് സ്റ്റാർ 4 ഓഫ് R0, M. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിന് തന്നെ ഇൻഡയറക്റ്റ് വേർഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ത് പറയുക, ഈ എൻറ്റയർ പോർഷൻ, ഈ എൻറ്റയർ വാല്യൂവിൻ്റെ അതിലെ കണ്ടൻസ് ആയിരിക്കണം നമ്മൾ റിട്രീവ് ചെയ്യേണ്ടത്, അത്രയുള്ള ഡിഫറൻസ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവിടുത്തെ കണ്ടൻസിനെ ആയിരിക്കണം നമ്മൾ റിട്രീവ് ചെയ്യേണ്ടത്, ഈ സ്റ്റാർ കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്. എന്നിട്ട് ആ വാല്യൂ എടുത്ത് എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുക, M എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യാം. ഈ ലാസ്റ്റ് അഡ്രസ്സിംഗ് മോഡ് പറഞ്ഞിട്ടുള്ളത് ഫോർ ലിറ്ററൽസിൻ്റെ കേസിൽ നമ്മൾ കോസ്റ്റ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററൽസിൻ്റെ കേസിലെല്ലാം നമ്മൾ കോസ്റ്റ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് #C. അപ്പോൾ #സം ഇമ്മീഡിയറ്റ് വാല്യൂ എന്നതിൽ ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിങ് അല്ലെങ്കിൽ നമ്പർ കോൺസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. C എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ, ആഡഡ് കോസ്റ്റ് ഇസ് 1. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്തായിരിക്കും ചെയ്യുക, 1 എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ R0 എന്നുള്ള രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഇൻസ്ട്രക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ് 1 പ്ലസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് മോഡ്സ്. അപ്പോൾ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷനും കൂടെ അസോസിയേറ്റഡ് ഉള്ള കോസ്റ്റ് എന്താണോ അത് കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളുടെ എൻ്റർ ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ കോസ്റ്റ് കറസ്പോണ്ട്സ് ടു ദ ലെങ്ത് ഇൻ വേർഡ്സ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എത്ര വേർഡ്സ് ആണ് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്തിൽ പറയുന്നത്, അതാണ് കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റിന് വേണ്ടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി രജിസ്റ്റേഴ്സ് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കോസ്റ്റ് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററൽസ് വരുന്ന കേസിൽ നമ്മൾ കോസ്റ്റ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബിക്കോസ് സച്ച് ഓപ്പറാൻസ് ഹാവ് ടു ബി സ്റ്റോർഡ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ മൂവ് R1, R2 ആണെങ്കിൽ R1 R2 കേസിൽ നമ്മൾ രജിസ്റ്റേഴ്സ് ആണ്, അപ്പോൾ അവർക്ക് നമുക്ക് കോസ്റ്റ് 0 കൺസിഡർ ചെയ്താൽ മതി. ഇനി അല്ല മൂവ് R, സം M മെമ്മറി ലൊക്കേഷൻ വരികയാണെങ്കിൽ ഈ M വരുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ലിറ്ററൽ കോൺസ്റ്റൻ്റ് വരുന്ന സിറ്റുവേഷനിൽ അവിടെ നമ്മൾ കോസ്റ്റ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എമ്മിൻ്റെ വാല്യൂ, എമ്മിൻ്റെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്ത് നെക്സ്റ്റ് വേർഡായിട്ടായിരിക്കും നമ്മൾ ആ അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കോസ്റ്റ് 1 ആഡ് ചെയ്ത് വരുന്നത്, ബിക്കോസ് സച്ച് ഓപ്പറാൻസ് ഹാവ് ടു ബി സ്റ്റോർഡ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻ. ഇഫ് സ്പേസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദെൻ വി ഷുഡ് ക്ലിയർലി മിനിമൈസ് ദ ഇൻസ്ട്രക്ഷൻ ലെങ്ത്. ഇനി പല മെഷീൻസിൽ അല്ലെങ്കിൽ പല ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ എടുക്കുന്ന സമയമായിരിക്കും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് നമ്മൾ മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മൂവ് R0, R1. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, R0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലെ കണ്ടൻസ് R1ലേക്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ രജിസ്റ്റേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സോഴ്സിനും ഡെസ്റ്റിനേഷനും കോസ്റ്റ് ഒന്നും വരുന്നില്ല. നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 1 പ്ലസ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സോഴ്സിൻ്റെ ഡെസ്റ്റിനേഷനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് അതിൻ്റെ കൂടെ +1, അതാണ് ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് രണ്ടിനും 0 ആണ്. അപ്പോൾ അതുകൊണ്ട് +1 വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ എൻ്റയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, സിൻസ് ഇറ്റ് ഓക്കുപൈസ് ഓൺലി 1 വേർഡ് ഓഫ് മെമ്മറി. നെക്സ്റ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ മൂവ് R5, M. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, രജിസ്റ്റർ R5ലുള്ള വാല്യൂ എമ്മിലേക്ക് കോപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ R5ന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് നമുക്കൊന്നുമില്ല, 0 ആണ്, രജിസ്റ്റർ ആയതുകൊണ്ട്. ഈ എമ്മിൻ്റെ കേസിലാണെങ്കിൽ ലൊക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ കോസ്റ്റ് 1 വരും. പിന്നെ എൻ്റയർ ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1 പ്ലസ് ദിസ് പർട്ടിക്കുലർ വാല്യൂ. സോ 1 + 1 എന്ന് പറയുമ്പോൾ 2, സിൻസ് ദ അഡ്രസ് ഓഫ് ദ ലൊക്കേഷൻ M ഈസ് ഇൻ ദ വേർഡ് ഫോളോയിങ് ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്ത് നെക്സ്റ്റ് വേർഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ എമ്മിനെ കീപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് 2 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആഡ് #1, R3.
അപ്പോൾ ഇവിടെ ഈ ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ R3 കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലിറ്ററൽ വാല്യൂ ആണ്. ലിറ്ററൽ വാല്യൂവിൻ്റെ കേസിൽ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ വരുന്ന കേസിലോ നമുക്ക് കോസ്റ്റ് നമ്മൾ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് 1 വരും. ഇത് രജിസ്റ്റർ ചെയ്യേണ്ട R3 ആയതുകൊണ്ട് കോസ്റ്റ് 0 ആയിരിക്കും. സോ 0 + 1 എന്ന് പറയുമ്പോൾ എന്തായി 1 ആയി +1 ഫോർ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കോസ്റ്റ് വിൽ ബി 2. സിൻസ് ദ കോൺസ്റ്റൻറ്റ് 1 മസ്റ്റ് അപ്പിയർ ഇൻ ദ നെക്സ്റ്റ് വേർഡ് ഫോളോയിങ് ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ മെമ്മറിയിലെ അഡ്രസ്സ് ആണെങ്കിൽ നമ്മളത് ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്യുന്ന നെക്സ്റ്റ് വേർഡിലായിരിക്കും നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദ ഫോർത്ത് കേസ് ഈസ് കുറച്ച് വലിയൊരു ഇൻസ്ട്രക്ഷൻ ആണ്, ഒരു സബ്ട്രാക്ഷന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് 4 of R0, ദെൻ സെക്കൻഡ് *12 R1. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ വാല്യൂ എടുക്കുക, അതിൽ നിന്ന് ഈ ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. ഇതിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സായി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ R1 കണ്ടൻസ് എടുക്കുക, അതിൻ്റെ കൂടെ 12 എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് ആഡ് ചെയ്യുക. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, കണ്ടൻസ് ഓഫ് R1 + 12. ഇനി അത്രയും കിട്ടിക്കഴിഞ്ഞാൽ 12 of R1 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ എൻ്റയർ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിൻ്റെ കണ്ടൻസ് ആണ് റിട്രീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ടൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ. ഇനി ഇവിടെ സ്റ്റാർ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കണ്ടൻസ് ആയിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുറത്ത് ഒരു കണ്ടൻസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ അഡ്രസ്, ഇനി അതിൽ നിന്ന് എന്താണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്താണ്? 4 of R0. 4 of R0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം R0 കണ്ടൻസ് എടുക്കുക, അതിൻ്റെ കൂടെ 4 എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് ആഡ് ചെയ്യുക, ദെൻ എൻ്റയർ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂവിൽ നിന്ന് കണ്ടൻസ് റിട്രീവ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് ഈ 4 of R0 ഉപയോഗിച്ച് നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂ നമ്മൾക്ക് ഈ ഒരു അഡ്രസ്സിൽ നിന്ന് കിട്ടും, ഈ ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു അഡ്രസ്സിൽ നിന്ന് കിട്ടും. ആ ഡിഫറൻസ് എടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 എന്ന് പറഞ്ഞൊരു ഓഫ്സെറ്റ് ഇവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 12 എന്ന് പറഞ്ഞൊരു ഓഫ്സെറ്റ് ഇവിടെയും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് രണ്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് 2 വേർഡ്സിലായിരിക്കും നമ്മൾ സ്റ്റോറേജ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 + 1 + 1, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി സെയിം as that of 3. നെക്സ്റ്റ് ഈ ഒരു എക്സാമ്പിൾ A = B + എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എങ്ങനെയെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ടാർഗറ്റ് കോഡിന് പല ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 2 3 4 4 ഓപ്ഷൻസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ ബിയും സിയും വേരിയബിൾസ് ആണ് ആൻഡ് ഡിസ്റ്റിങ് മെമ്മറി ലൊക്കേഷൻ ഡിനോട്ടഡ് ബൈ ദീസ് നെയിംസ്. അപ്പോൾ ബിയും സിയും മെമ്മറിയിലാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബിയുടെ വാല്യൂ R0 ഇട്ടു, എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ സിയും കൂടി ആഡ് ചെയ്തു. നെക്സ്റ്റ് R0 വാല്യൂ എയിലേക്ക് തിരിച്ച് കോപ്പി ചെയ്തു. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ സോഴ്സും ഡെസ്റ്റിനേഷൻ നോക്കിയാൽ ബി മെമ്മറിയിലാണ്. അപ്പോൾ അതുപോലെ R0 എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിലാണ്. അപ്പോൾ മെമ്മറി അല്ലെങ്കിൽ ലിറ്ററലാണെങ്കിൽ നമുക്ക് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് നമ്മൾ 1 ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ 1, രജിസ്റ്റർ ആകുമ്പോൾ 0, പിന്നെ +1 ആണ് നമ്മൾ ടോട്ടൽ ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് പറഞ്ഞത്. അതുകൊണ്ടാണ് 1 + 1 + 0 + 1. അതാണ് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ്. ഈ നെക്സ്റ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ കോസ്റ്റിൻ്റെ കേസ് സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ സി മെമ്മറിയിലായതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് 1, ഇത് R0 രജിസ്റ്റർ ആയതുകൊണ്ട് കോസ്റ്റ് 0, ദെൻ എൻ്റയർ ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റിന് വേണ്ടി +1. സോ 1 + 0 + 1. ഇനി ഈ കേസിലാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക. R0യുടെ കോസ്റ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് 0, ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ റെഫർ ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് 1. സോ 0 + 1 + +1 എക്സ്ട്രാ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് 2 + 2 + 2 = 6 ആയിരിക്കും. ഇനി സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ആണ് താഴെ കാണിച്ചിട്ടുള്ളത്, മൂവ് B, A ആൻഡ് ആഡ് C, A. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വാല്യൂ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? സിയും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബിയും മെമ്മറിയിലാണ്, എയും മെമ്മറിയിലാണ്. അപ്പോൾ 1 ഇവിടെ കോസ്റ്റ് വരും, ഇവിടെയും 1 കോസ്റ്റ് വരും. +1 എക്സ്ട്രാ എന്ന് പറയുമ്പോൾ 1 + 1 + 1 3 വരും. ഇനി സെക്കൻഡ് കേസിൽ അതുപോലെ തന്നെ സിയും എയും മെമ്മറി ലൊക്കേഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് 1 ആയിരിക്കും വരിക. +1 എക്സ്ട്രാ എന്ന് പറയുമ്പോൾ നമുക്ക് കോസ്റ്റ് 3 കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് 6 കിട്ടുക. ഇനി നെക്സ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് അസ്യൂമിങ് R0, R1 ആൻഡ് R2 കണ്ടെയ്ൻ ദ അഡ്രസ്സസ് ഓഫ് A, B, C റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ നമ്മൾ സ്റ്റാർ ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ *R1 *R2. അപ്പോൾ ഈ കേസിൽ രണ്ടിടത്തും രജിസ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതിയാവും. പിന്നെ എൻ്റയർ കോസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ കേസിലാകുമ്പോൾ +1 കൂടി വരുന്നതുകൊണ്ടാണ് 0 + 0 + 1. ഇനി നെക്സ്റ്റ് കേസിലാണെങ്കിൽ R2, R0 രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സിൻ്റെ കേസിൽ നമുക്ക് കോസ്റ്റ് 0 കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് +1 എക്സ്ട്രാ വരുമ്പോഴാണ് ഈ 0 + 0 + 1. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി നെക്സ്റ്റ് കേസിലാണെങ്കിൽ ആഡ് R2, R1, മൂവ് R1, A.
അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്പറാൻസ് രജിസ്റ്ററിലാണ്. അപ്പോൾ ഈ കേസിൽ R1 R2 നമുക്ക് ബിയുടെയും സിയുടെയും വാല്യൂ ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് ആഡ് ചെയ്യുക, റിസൾട്ട് കിട്ടും. പിന്നെ ആ വാല്യൂ നമ്മൾ തിരിച്ച് എയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ R2 R1 രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കോസ്റ്റ് 0. ഇൻസ്ട്രക്ഷന് വേണ്ടിയുള്ള കോസ്റ്റ് +1 എന്ന് പറയുമ്പോൾ 0 + 0 + 1. ഇനി നെക്സ്റ്റ് കേസിലാണെങ്കിൽ R1 രജിസ്റ്റർ ആയതുകൊണ്ട് കോസ്റ്റ് 0 ആയിരിക്കും. A എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനാണ്, കോസ്റ്റ് വിൽ ബി 1. സോ 0 + 1 + 1 എക്സ്ട്രാ. അപ്പോൾ കോസ്റ്റ് 2 കിട്ടും. സോ 2 + 1 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് = 3. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനെ തന്നെ പല കോമ്പിനേഷൻ ഓഫ് ടാർഗറ്റ് കോഡാണ് കറസ്പോണ്ടിങ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് നോർമലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഓഫ് ടാർഗറ്റ് മെഷീൻ. താങ്ക് യു.